ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാൻറ്റിൻ്റെ സൈഡ് പോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ പലോസോ ആയാലും അതുപോലെ സ്ട്രെയിറ്റ് പാൻ്റ് ആയാലും ഏത് പാൻ്റായാലും നമുക്ക് ഈ ഒരു രീതിയിലാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ പാൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ മാത്രം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണല്ലോ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, 2 സൈഡും, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫോൾഡഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ 2 സൈഡും നമ്മൾ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് പോക്കറ്റിൻ്റെ പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാനൊരു പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പീസിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും ഒന്ന് പറയാം. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. 14 ഇഞ്ച് വിഡ്ത്ത് ഞാനത് അവിടെ ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. 14 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്ത്, താഴേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചുമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ വെച്ചാൽ മതി, ഒരു പീസ് മതി. അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ 2 എണ്ണം കട്ട് ചെയ്യുക, എന്നിട്ട് 2 സൈഡിലും വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുകയും കൂടെ ചെയ്യാമല്ലോ. എന്നിട്ട് നമുക്കതൊന്ന് 2ആയിട്ട് മടക്കി വയ്ക്കാം. 2ആയിട്ട് മടക്കി വയ്ക്കുമ്പോൾ ഒരു 7 ഇഞ്ച് വിഡ്ത്താണ് അവിടെ വരുന്നത്, താഴേക്ക് 11 ഇഞ്ചും. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തേക്കണ ആ ഒരു പീസിൻ്റെ ആ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞില്ല, അതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 4 പീസ് വരുമല്ലോ. അപ്പോൾ നമ്മൾ 2 സൈഡും കട്ട് ചെയ്യുമ്പോൾ 4 പീസ് വരും. അതിലേതെങ്കിലും 2 പീസ് എടുക്കുക. ആ 2 പീസ് എടുത്തിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്രോച്ച് ഏരിയ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നല്ല വശം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസിൻ്റെ മറ്റേ പീസിൻ്റെയും കൂടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ക്രോച്ച് ഏരിയ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ക്രോച്ച് ഏരിയയൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പോക്കറ്റ് വയ്ക്കാനായിട്ട് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകൾ ഭാഗത്തുനിന്ന്, നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശമാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, കറക്റ്റായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. സാധാരണ നമ്മൾ 2 ഇഞ്ചല്ലേ പടി മടക്കി അടിക്കാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഒരു 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 3 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റില്ലേ, ആ പോയിൻ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിന് ശേഷം ആ പോയിൻ്റിൽ നിന്ന് നേരെ താഴേക്ക് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്നാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ച് രണ്ടാമത് മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 6 ഇഞ്ച് ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. അതായത് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്ന അത്രയും വിഡ്ത്തിലാണ് വരുന്നത്. ഒരു 6 ഇഞ്ചിൽ നമ്മളവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് താഴെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 പോയിന്റുകളും തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കതൊരു സി ഷേപ്പിൽ വന്നിട്ടുണ്ട്. എന്താ, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ സി എന്ന അക്ഷരം ഉണ്ടല്ലോ, അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആദ്യം ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റില്ലേ, ആ പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പോക്കറ്റിന് എടുത്തിരിക്കുന്ന പീസിൻ്റെ ചീത്ത വശമാണ് നമ്മൾ ജോയിൻ ചെയ്ത് വയ്ക്കുന്നത്. നല്ല വശമാണ് മുകളിലിരിക്കുന്നത്, അതായത് കമഴ്ത്തി വയ്ക്കുന്ന അർത്ഥം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു 3 ഇഞ്ച് ലൈനിലേക്ക് നമ്മുടെ ഈ ഒരു പോക്കറ്റിൻ്റെ പീസ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സി ഷേപ്പ് വരച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു ക്ലോത്തിലും കൂടെ ഒന്ന് പകർത്തി വരച്ചെടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കാണിച്ച രീതിയില്ലേ, അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും
സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ സി ഷേപ്പിൽ ചോക്കും കൊണ്ട് വരച്ചില്ലേ, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ആ കോർണറിലായിട്ട് ചെരിച്ച് ഞാനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ മടങ്ങി വരും. എന്നിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ചാണല്ലോ അടിച്ചേക്കണത്, എന്നിട്ടിത് ചീത്ത വശത്തേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കുക. പതിച്ചടിച്ച് കഴിയുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇനി ഇത് മടക്കുന്ന രീതിയിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ കറക്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അടിഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അതായത് താഴ്ഭാഗത്തേക്കാണ് നമ്മൾ മടക്കി വയ്ക്കേണ്ടത്. മുകളിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണും. അതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകാനായിട്ട്, തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പോകാനായിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ആ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അത് ഒരേപോലെ വെച്ചിട്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ കാണിച്ച രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഇത് പോക്കറ്റിൽ മൊബൈലും ഒക്കെ ഇടുമല്ലോ, അപ്പോൾ അത് കട്ടിയുള്ള സാധനമാണല്ലോ മൊബൈൽ. അപ്പോൾ താഴെ പോകാതിരിക്കാനായിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക. മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി, കുഴപ്പമില്ല. അത് നമുക്ക് കവർ ചെയ്ത് പോകണ കാരണം ഒരു സ്റ്റിച്ചായാലും മതി. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. ഈ ഒരു രീതിയിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് നേരെ അതിൻ്റെ കോർണർ ഭാഗമൊക്കെ നല്ല കറക്റ്റാക്കി വെക്കുക. ഈ പോക്കറ്റ് പല രീതിയിൽ തയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രമല്ല, താഴ്ഭാഗം ഇങ്ങനെ റൗണ്ടിൽ വരുന്ന രീതിയിലും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ നല്ല വശം എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നല്ല വശം വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശമാണ് കേട്ടോ അപ്പോൾ വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു പോക്കറ്റ് എക്സ്ട്രാ പീസ് നമ്മൾ വെച്ച് കൊടുത്തില്ലേ, അതൊന്ന് അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഞാനത് മുകളിലേക്ക് അങ്ങ് വരച്ച് പോകണമെന്നുള്ളൂ, അത്ര ഇല്ല. ഒരു ഇഞ്ച് മാത്രമല്ലേ മുകളിലും, ബാക്കി ഭാഗം താഴെയാണുള്ളത് ആ പോക്കറ്റിൻ്റെ. അപ്പോൾ അവിടെ ഒന്ന് യോജിപ്പിച്ചൊന്ന് വയ്ക്കുക. യോജിപ്പിച്ചില്ല എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ബാക്ക് പീസ് മുകളിൽ വെച്ച് തയ്ക്കുമ്പോൾ ഒറ്റയടിക്ക് അടിച്ച് പോയാലും മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്ന് ജോയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ച് വയ്ക്കുക. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോക്കറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലാണല്ലോ ഈ പോക്കറ്റ് വെച്ചിരിക്കുന്നത്. ഇനി ഈ പാൻറ്റിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇതാണ് എൻ്റെ ബാക്ക് പീസ്. ബാക്ക് പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ച് വരിക. അടിച്ച് വരുമ്പോൾ കറക്റ്റ് ആ ഒരു താഴെ ആ ഓപ്പണിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കൈ പിടിച്ച് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്തിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിങ്ങനെ കൈ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇങ്ങനെ തടിച്ച പോലെ ഇരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തയ്ക്കരുത്. ആ താഴത്തെ പീസ് ക്ലോത്തിൽ കൂടി മാത്രമേ തയ്ക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ പിടിച്ച് പൊക്കി നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പൊക്കി നോക്കുക. കറക്റ്റ് ആ ഒരു ഓപ്പണിങ് തുടങ്ങുന്ന ഭാഗത്ത് വരുമ്പോൾ ഒന്ന് പൊക്കി നോക്കിയതിന് ശേഷം അരികെ ചേർന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് കയറണ്ടോയെന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോക്കറ്റിൻ്റെ പീസ് പിടിപ്പിച്ചേക്കണ കുറച്ച് ഉള്ളിൽ കൂടെ കൈയിട്ട് കുറച്ചിങ്ങനെ മാറ്റി വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അങ്ങനെ അടിച്ച് വരിക. ഇത്രയും മാത്രമേ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ളൂ. ബാക്കി സാധാരണ പാൻറ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി താഴേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് പോരാം. ഞാനിതിന് സ്ലിറ്റൊന്നും വെക്കുന്നില്ല കേട്ടോ. വെറുതെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് കുറച്ച് ലൂസിൽ. എന്നാൽ പലാസോ ആണോയെന്ന് ചോദിച്ചാൽ അതുമല്ല, സ്ട്രെയിറ്റ് പാൻറ്റാണോയെന്ന് ചോദിച്ചാൽ അതുമല്ല, അങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു പാൻറ്റാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്കധികം ടൈറ്റായിട്ടിരിക്കുന്നതൊക്കെ ഇടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഓപ്പണിങ് വരുന്ന ഭാഗം കണ്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വരണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് വരാതിരിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമേ പോക്കറ്റ് വയ്ക്കുന്നുള്ളൂ.
അപ്പം നിങ്ങൾ വെക്കുമ്പോൾ രണ്ട് സൈഡിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, പോക്കറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ പറയുന്നത്, രണ്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്താലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സൈഡ് മാത്രം അടിച്ച് കഴിയുമ്പോൾ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ ഒരു രസം കാണില്ല. ഇനി അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീതിക്ക് മടക്കി അടിക്കാം കേട്ടോ. ഇതിപ്പോൾ തുണി അധികം ഇല്ലാത്ത കാരണം ഞാൻ തീരെ വീതി കുറച്ച് വീതിക്ക് അടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1.5 ഇഞ്ച് വീതിക്കൊക്കെ അടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അടിഭാഗം അടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. സെൻറ്റർ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു പാൻറ്റാണ്. പലാസോ അവിടെ അത്രയും വിട്ടില്ല, എന്നാലും അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റാണ്. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ പോക്കറ്റ്. അപ്പോൾ ഏത് അളവുകാർക്കും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ഒരു പടി വെക്കാനായിട്ട് എലാസ്റ്റിക് വെക്കുന്ന പടി ഉണ്ടല്ലോ, ആ പടി ഇങ്ങനെ ഇതുപോലെ കറക്റ്റ് ആ പോക്കറ്റിൻ്റെ മുകളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം അവിടെ കവർ ചെയ്ത് പൊക്കോളും. മനസ്സിലായല്ലേ? അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ആ ഒരു പോക്കറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് മടക്കി അടിക്കുക. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുക, എന്നിട്ട് പോക്കറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടിക്കുക. ഞാനിപ്പോൾ എൻ്റെ തേര് വശം ആയതുകൊണ്ടാണ് 1/4 ഇഞ്ച് മടക്കി അടിക്കാതെ ജസ്റ്റ് നേരെ അങ്ങ് അടിച്ച് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തേരല്ല എന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് ആദ്യം മടക്കി വെച്ചതിന് ശേഷം അടിക്കുക. അപ്പോൾ അങ്ങനെ അടിച്ച് പോരുക. വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ അകത്തോടെ എലാസ്റ്റിക് ഇട്ടുവെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കൂടെ എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ്. ആർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.